സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം വമ്പന്മാരിലേക്ക്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധമുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശിലേക്ക് അന്വേഷണം എത്തുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയിലേക്കും അന്വേഷണം എത്തിയാലും അത്ഭുതപ്പെടാനില്ല. എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുപ്പമുള്ള ആളുകളെ ചോദ്യം ചെയ്തില്ല എന്നുള്ള ചോദ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. എന്തുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഉന്നതന്മാരിലേക്ക് എത്താത്തത്, ഉന്നതന്മാരെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഹൈക്കോടതി ഉന്നയിച്ചത്. ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. അടൂർ പ്രകാശ് എന്ന UDFന്റെ കൺവീനറെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത് ഏറ്റവും അധികം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒപ്പമുള്ളതാണ്. നിരവധിയിടങ്ങളിൽ വെച്ച് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിണറായി വിജയനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏത് രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിണറായി വിജയനെ ബന്ധമുള്ളത്? ഈ ബന്ധം ഉപയോഗിച്ച് ഈ സ്വർണ്ണക്കൊള്ളക്കടത്തിന് എന്തെങ്കിലും സഹായം പിണറായിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഈ ബന്ധം സ്വർണ്ണക്കൊള്ളക്കടത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പിണറായിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും മറ്റൊരാൾ സോണിയാഗാന്ധിയാണ്. ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കൊപ്പം ഉണ്ടായിരുന്നത് അടൂർ പ്രകാശാണ്. MP ആയ നിലവിൽ UDFന്റെ കൺവീനറായ അടൂർ പ്രകാശാണ് അന്നൊപ്പം ഉണ്ടായിരുന്നത്. പിന്നീട് ഇതേക്കുറിച്ച് അടൂർ പ്രകാശ് നൽകിയ വിശദീകരണം, തനിക്ക് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി മുൻ പരിചയമൊന്നും തന്നെ ഇല്ല, താൻ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കാണുന്നത് എന്നായിരുന്നു അടൂർ പ്രകാശ് നൽകിയ മൊഴി. അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിനൊപ്പമല്ല, അതിനു മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും സോണിയാഗാന്ധിക്കും തമ്മിൽ പരിചയമുണ്ട്, ബന്ധമുണ്ട്. ഇവിടെയാണ് സുബ്രഹ്മണ്യം സ്വാമി നേരത്തെ വർഷങ്ങൾക്ക് മുൻപ് ഉന്നയിച്ച ഒരു ആരോപണം പ്രസക്തമാകുന്നത്. ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് 2 പട്ടണങ്ങളിലായി 2 നഗരങ്ങളിലായി 2 പുരാവസ്തുക്കളുടെ ബിസിനസ് ഉണ്ട്. ആ പുരാവസ്തുക്കളുടെ ബിസിനസ് നടത്തുന്ന ഒരു വലിയ കുടുംബമാണ് സോണിയാഗാന്ധിയുടേത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും അമൂല്യമായ പല വസ്തുക്കളും സോണിയാഗാന്ധിയുടെ സഹോദരിയുടെ ആ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള അതിഗുരുതരമായ ആരോപണം മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് സുബ്രഹ്മണ്യം സ്വാമി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കൂടി സോണിയാഗാന്ധിയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റത്തവണ കേൾക്കുമ്പോൾ ഇതിൽ ആശ്ചര്യം തോന്നാം. ഇതൊരു തെറ്റായ വാർത്തയാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു ശരിയായ വാർത്ത അല്ലെന്ന് തോന്നാമെങ്കിൽ പോലും SITയുടെ അന്വേഷണത്തിന്റെ രീതി മുന്നോട്ട് പോകുന്നത് ഈ നിലയ്ക്കാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള മുഴുവൻ ആളുകളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയാനും വിവരങ്ങൾ ശേഖരിക്കുവാനുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ഒപ്പമുള്ള നിരവധി ചിത്രങ്ങൾ മുഖ്യമന്ത്രിയുടേതായിട്ടും സോണിയാഗാന്ധിയുടേതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഈ 2 നേതാക്കന്മാരുമായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്ക് എന്താണ് ബന്ധം, ആരാണ് ഇവരെ പരിചയപ്പെടുത്തിയത് എന്നത് പരിശോധിക്കേണ്ടത് അന്വേഷണത്തിന്റെ ആവശ്യമായി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയാനാകും സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സോണിയാഗാന്ധിയുടെയും മൊഴിയെടുത്തേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.